ഗുജറാത്ത് തീരക്കടലിൽ വൻ ലഹരി മരുന്ന് വേട്ട നടത്തിയ കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. പോർബന്ദർ തീരത്ത് നിന്ന് 700 കിലോ മെത്തഫെറ്റമിനാണ് പിടികൂടിയത്. ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച ഇറാനിയൻ ബോട്ടും 8 വിദേശ പൗരന്മാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കടൽ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ ലക്ഷ്യമിട്ടുള്ള സാഗർ മന്ഥൻ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു പരിശോധന. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടുക്കടലിൽ ബോട്ട് വളഞ്ഞാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇറാനിയൻ ബോട്ടിലായിരുന്നു ലഹരിക്കടത്ത്. ഇന്ത്യൻ നേവി, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഗുജറാത്ത് ATS എന്നിവ സംയുക്തമായാണ് പോർബന്ദറിന് സമീപം ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പരിശോധന നടത്തിയത്. 700 കിലോ മെത്താംഫെറ്റാമിൻ ബോട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ബോട്ടിലുണ്ടായിരുന്ന 8 വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. ഇറാനികളെന്ന് അവകാശപ്പെടുന്ന ഇവരുടെ പക്കൽ യാത്രാരേഖകളൊന്നുമില്ലായിരുന്നെന്ന് അധികൃതർ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ ലക്ഷ്യമിട്ടുള്ള സാഗർ മന്ഥൻ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു പരിശോധന. കഴിഞ്ഞ മാസവും ഗുജറാത്ത് തീരത്ത് നിന്നും വൻതോതിൽ ലഹരിമരുന്ന് പിടികൂടിയിരുന്നു. വിപണിയിൽ 5000 കോടി രൂപ വിലമതിക്കുന്ന 518 കിലോ കൊക്കൈനാണ് ഡൽഹി പോലീസും ഗുജറാത്ത് പോലീസും ചേർന്ന് പിടികൂടിയത്. ഈ വർഷം 3 കേസുകളിലായി ആകെ 3400 കിലോ ലഹരി വസ്തുക്കളാണ് കടലിൽ നിന്ന് പിടികൂടിയത്. ഈ സംഭവങ്ങളിൽ 11 ഇറാനിയൻ പൗരന്മാരെയും 14 പാകിസ്ഥാനികളെയും അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. സംശയാസ്പദമായി സഞ്ചരിക്കുന്ന ബോട്ടുകൾക്കും കപ്പലുകൾക്കുമായി കടലിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. പിടിച്ചെടുത്ത ലഹരിമരുന്നിന്റെ ഉറവിടം പാകിസ്ഥാനാണോ എന്നും അന്വേഷിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, News 18.